ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ അഡ്വക്കേറ്റ് മായ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നിയമം ഒരു പരിരക്ഷ നൽകുന്നുവെങ്കിലും അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുന്നു ബോധപൂർവം. ഇതൊരു സാധ്യതയായി കണ്ടുകൊണ്ട്, ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് മറ്റ് തരത്തിൽ അതിനെ ദുർവിനിയോഗം ചെയ്യാം എന്ന് ബോധപൂർവം ആലോചിക്കുന്നു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാട്ടിയല്ല അഡ്വക്കേറ്റ് മായ പറഞ്ഞത്, അതൊരു സാധ്യതയായി നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ എന്താണോ ഈ നിയമം വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ സത്തയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതാണ് താങ്കൾ ഉന്നയിക്കുന്ന നിയമപരമായ ഉത്കണ്ഠ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആ ഒരു വാദഗതിയെ എങ്ങനെ കാണുന്നു? അല്ല, മായ ചൂണ്ടിക്കാണിച്ചത് കേവലം ഒരു സാധ്യത മാത്രമല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ മായ പറഞ്ഞതുപോലെ ഞാനും ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും ഇടപെടുമ്പോൾ സ്ത്രീകൾ ഈ നിയമത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനം ധാരാളമായി കാണുന്നുണ്ട്. പുരുഷന്മാർ പീഡിപ്പിക്കുന്ന വാക്കിന് ഉപയോഗിക്കുന്നില്ല, പക്ഷേ അവർ ആ നിയമത്തിൻ്റെ ക്രൂരതയ്ക്ക് അല്ലെങ്കിൽ നിയമത്തിൻ്റെ കർക്കശ സ്വഭാവത്തിന് ഇരയാക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അതിനോട് പരിഹാരം നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് സ്വാഭാവികമായും സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു സാമൂഹിക വ്യവസ്ഥിതി, സാമൂഹിക ബന്ധങ്ങൾ, അവിടെ ഇത്തരത്തിലുള്ള ഒരു ഏർപ്പാടുകൾ ഉണ്ടായിക്കൂടാ. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ആവശ്യമുണ്ട്, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അതിന് പരിഹാരം എന്ന നിലയിലാണ് നിയമം കൂടുതൽ കർക്കശമായത് അല്ലെങ്കിൽ കർക്കശമാക്കിയത്. അതിനർത്ഥം ഒരു നിസ്സഹായനായ പുരുഷൻ ആ നിയമത്തിൻ്റെ കാർക്കശ്യത്തിൽ പ്രയാസപ്പെടണം, അവൻ ശിക്ഷിക്കപ്പെടണം, പീഡിപ്പിക്കപ്പെടണം എന്നല്ല. നമുക്ക് ഒരു ആരോഗ്യകരമായ ഒരു സമീപനം ആ വിഷയത്തിൽ ഉണ്ടാകണം. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് ഈ കർക്കശമായ നിയമങ്ങൾ തടസ്സമാകരുത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു മായ ഒരു കേസിൽ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായിട്ടുണ്ട്. കുനാൽ മാണ്ഡലിയ എന്നയാളാണ് പരാതിക്കാരൻ. അതിൽ കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് കൺസെൻഷ്വൽ സെക്സ് ഓൺ പ്രോമിസ് ഓഫ് മാരേജ് ഈസ് നോട്ട് റേപ്പ്. ദ കോർട്ട് വാസ് ഹിയറിംഗ് എ പ്ലീ ഫൈൽഡ് ബൈ കുമാൽ മാണ്ഡലിയ seeking that charges of rape against him be quashed since the complainant had been in a consensual relationship with him since 2010 and had alleged rape only after relations between them turned sour. എന്ന് മാത്രവുമല്ല ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതിനകത്ത് ഈ മായ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആ പരാതി വന്ന ആ സാഹചര്യത്തെ കോടതി വിലയിരുത്തുന്നത് സ്ത്രീ എന്ന നിലയ്ക്ക് മാത്രമല്ല. the complainant was an adult, an educated one, and was also a working woman, and thus it could be assumed that she was aware of the consequences of keeping sexual relationships with a man. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്ത്രീ എന്ന നിലയിൽ അങ്ങ് ഒരു സൂക്ഷ്മാർത്ഥത്തിലുള്ള നിർവചനത്തിലേക്ക് പോകുന്നുണ്ട് കോടതി. വിപുലമായ അർത്ഥത്തിൽ സ്ത്രീ എന്ന നിലയിലേക്ക് മാത്രമായിട്ടല്ല ഇതിനെ കാണുന്നത് കോടതി. അതൊക്കെ ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത് 2017 ജാനുവരി 5 എന്ന് വെച്ചാൽ ഈ നിർഭയയ്ക്കൊക്കെ ശേഷമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അത് നിയമത്തിന് എപ്പോഴും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കാരണം നിലവിലുള്ള സാമൂഹിക സാഹചര്യങ്ങൾക്കനുസൃതമായി നിയമത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വരും. നമ്മളാരും ഇപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ കാളിദാസൻ പറഞ്ഞിട്ടില്ല. സംഭവങ്ങൾക്ക് സമാനമാണല്ലോ. അപ്പോൾ നമുക്ക് പല രീതിയിൽ കാലത്തിൻ്റെ ഗതിയിലൊക്കെ ഈ സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. മായ വളരെ അർത്ഥവത്തായി ചൂണ്ടിക്കാണിച്ചു. കാലഹരണ ദോഷമില്ലാത്ത ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റം അത് ആരോപിക്കപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് ആ കാലഹരണ ദോഷം ലിമിറ്റേഷൻ ബാധകമാക്കാത്തത്? അതിന് പല സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കരുത്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ ധാരാളം വാർത്ത കേൾക്കുന്നുണ്ട്. 40ഉം 50ഉം വർഷത്തിന് ശേഷമുള്ള ബാലപീഡനത്തിൻ്റെയൊക്കെ കഥകൾ വരുന്നു. അതൊക്കെ ചില ലിമിറ്റേഷൻ എന്നത് ഇല്ല എന്നുള്ളത് കൊണ്ട് എല്ലാ കാലത്തും ഇതൊരു ഭീഷണിയായി ആർക്കെതിരെയും ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവിടെ നിയമത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് വേണു ചൂണ്ടിക്കാണിച്ച ബോംബെ ഹൈക്കോടതി വിധി നൽകുന്ന സൂചന. ശ്രീമതി പി ഗീത, ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു നിയമപരമായൊരു കാര്യത്തിന് സംഭവിച്ച മൂർത്തീകരണം, അതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കാതെ ദുരുപയോഗത്തിലേക്ക് അത് പോകുന്നുണ്ടോ? ഒന്ന് ബോധപൂർവം ആസൂത്രണം ചെയ്താൽ നമുക്കൊന്ന് ഒരാളെ ഒരു കാര്യത്തിൽ കുറ്റവാളിയാക്കാൻ കഴിയും എന്ന രൂപത്തിൽ ഒരു എളുപ്പവഴിയായി ഇത് മാറുന്നുണ്ടോ എവിടെയെങ്കിലും?
വേണോ, ഞാൻ സത്യസന്ധമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായി തുടങ്ങിയിട്ടുള്ള ഒരു ചർച്ച ഇങ്ങനെ ഈ തരത്തിൽ ആ നിയമത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള രീതിയിൽ ലേക്ക് വ്യതിചലിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്നെസ് കുറയും എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ 2013 വന്നിട്ടുള്ള ഒരു നിയമത്തെ ആസ്പദിച്ചിട്ട് 2017 4 കൊല്ലത്തിന് ഇപ്പുറം സംസാരിക്കുമ്പോൾ 4 വർഷം എന്നുള്ളത് വളരെ ചുരുങ്ങിയൊരു കാലയളവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത്തരത്തിൽ ഒരു നിയമത്തിൻ്റെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മെച്ചങ്ങൾ കിട്ടിത്തുടങ്ങാൻ അത് ആ തരത്തിൽ തന്നെ അതിനോട് ഒരു കോടതികൾ തന്നെ സെൻസിറ്റീവ് ആവാൻ വർഷങ്ങളെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കുറേയേറെ വർഷങ്ങളെടുത്ത് വരേണ്ടതാണ്. അതിനിടയിൽ ഒരുപാട് തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഇതിനിടയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ആ സാധ്യതകളെക്കുറിച്ച്, ദുരുപയോഗങ്ങളെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മറിച്ച് ഇത് സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷയെക്കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാണ് സ്ത്രീകൾക്കെന്ന പോലെ സമൂഹത്തിനും ഊർജം നൽകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു വിധി വാസ്തവത്തിൽ ആ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലെ വിക്ടിം പുരുഷനാവാൻ യാതൊരു സാധ്യതയുമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അങ്ങനെ പുരുഷന്മാർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത് ഒരു ഇംബാലൻസിൽ നിൽക്കുന്ന സമൂഹത്തിലെ ശ്രേണി ബന്ധങ്ങളെ കൂടി അധികാര ശ്രേണി ബന്ധങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ച, അതായത് ഞാനിതിനെ വേറൊരു തലത്തിൽ കൂടി സമീപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്വകാര്യ സ്ഥാപനം ഇട്ടിട്ടുള്ള പൊതു ചർച്ചയാണ്. മറ്റു പല പൊതു സ്ഥാപനങ്ങളിൽ നിന്നും ഉയർന്നു വരാതെ, കാരണം അവിടെയൊക്കെ തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുള്ള അത് ഒരു പൊതുസ്ഥാപനത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു പരാതി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുമ്പോൾ ആ പർട്ടിക്കുലർ സ്ഥാപനത്തിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പരാതി ഉന്നയിക്കാൻ തന്നെ ഈ അധികാര ബന്ധത്തിന് കീഴിലുള്ള സ്ത്രീകൾ ധൈര്യപ്പെടാതിരിക്കുകയും ഉന്നയിക്കപ്പെട്ട പരാതികൾ അതത് സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ ശവമടക്കുന്നത് പോലെ അടക്കുകയും ഇത് പുറത്തേക്ക് വന്നാൽ സ്ഥാപനത്തിൻ്റെ പേരുദോഷമാണ് എന്നുള്ള രീതിയിൽ പെൺകുട്ടികളെ നിശബ്ദീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ ആ സ്ഥാപനത്തിൻ്റെ പുറത്തേക്ക് കടന്നുകൊണ്ട് ഒരു പൗരി എന്നുള്ള രീതിയിൽ നിയമവ്യവസ്ഥയെ നേരിട്ട് സമീപിക്കുന്നത്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പഴുതുകൾ തീർച്ചയായും അടഞ്ഞു പോയിട്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ദുരുപയോഗത്തിൻ്റെ പഴുതുകൾ നിലനിൽക്കെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഊർജത്തെ, അത് മുന്നോട്ട് നയിച്ചിട്ടുള്ള സ്ത്രീകളെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ നിലയ്ക്ക് മാത്രമേ ഞാൻ ഈ ഒരു ചരിത്രഘട്ടത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയുള്ളൂ. ഒരു പക്ഷേ മരിക്കുന്നത് വരെ ഞാൻ ചർച്ച ചെയ്യുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 10-50 കൊല്ലം കൊണ്ടല്ല ഒരു സമൂഹത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് മാറ്റം വരുന്നത്. അത്രയും കാലം ആ മാറ്റം വന്ന ശേഷം ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളല്ല നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. കാരണം ഇതിന് വലിയ തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഇംബാലൻസിലാണ് ഇവിടെ സ്ത്രീ പുരുഷ ബന്ധം നിൽക്കുന്നത് എന്നിരിക്കെ, ആ ചരിത്രത്തിൻ്റെ ദൂരം ഒരുപാട് കാലപരമായി കടന്നു പോകാനുണ്ട് എന്നിരിക്കെ, ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ കുറച്ച്, ഇപ്പോൾ സൗമ്യയുടെ കേസിലാണെങ്കിലും ജിഷയുടെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള അനീതിയുടെ ഭാരം കൊണ്ട് തലകുനിച്ച് നിൽക്കേണ്ടുന്ന സ്ത്രീ സമൂഹത്തിന് ഒരു സ്ത്രീ പൗരി എന്നുള്ള രീതിയിൽ പരാതി പറയുന്നു ഒരു നിയമത്തിൻ്റെ സഹായത്താൽ എന്നുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. അതിൻ്റെ ദുരുപയോഗത്തെ എന്നോട് വേണു ക്ഷമിക്കണം, ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ യാതൊരു നിലയ്ക്കും തയ്യാറല്ല. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ആനന്ദിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഗൗരവതരമായ നിരീക്ഷണമാണ് പി ഗീത നടത്തിയത്. സ്ത്രീ പുരുഷ ബന്ധത്തിലെ ഈ പറയുന്ന താരതമ്യമില്ലാത്ത അകലം, അത് പരിഹരിക്കാൻ എത്ര കാലം വേണം? അപ്പോൾ ഇവിടെ ഒരു നിയമം വന്ന് അതിൻ്റെ ദുരുപയോഗം കൊണ്ട് ആകെ പുരുഷൻ മുഴുവൻ ഈ പറയുന്ന രൂപത്തിൽ നിയമപരമായ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കരുതാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ നാളുകളായി രൂപപ്പെടുന്ന നിയമങ്ങളുടെ സ്വഭാവം കൂടി നാം പരിശോധിച്ചാൽ ആരെയാണ് ശാക്തീകരിക്കുന്നത്? സമൂഹത്തെയാണ്. അറിയാനുള്ള അവകാശം എന്ന് പറയുന്നതൊരു വലിയ ഒരു നിയമമാണത്. അത് സമൂഹത്തെയാണ് അധികാരപ്പെടുത്തുന്നത്. ഭക്ഷണത്തിനുള്ള അവകാശം സമൂഹത്തെ അധികാരപ്പെടുത്തുകയാണ്.
ഒരു വേള ശ്രീ CR നീലകണ്ഠൻ 5 കൊല്ലത്തേക്ക് നിങ്ങളെ തെരഞ്ഞെടുത്ത് വിടുന്നു എന്നത് ഒരു അനാദികാലത്തേക്കുള്ള നിയമമല്ല. നിങ്ങൾ ശരിയല്ലെങ്കിൽ നിങ്ങളെ ഇടയ്ക്ക് തിരിച്ചു വിളിക്കും എന്ന് പറയുന്ന ഒരു നിയമത്തിലേക്കുള്ള ദൂരവും കുറയുകയാണ് നമുക്ക്. അപ്പോൾ പഴുതുകളെപ്പറ്റിയോ ദുരുപയോഗത്തെപ്പറ്റിയോ അല്ല ആലോചിക്കേണ്ടത്, അതിനെ മറികടക്കുന്ന തരത്തിലുള്ള സാമൂഹ്യമായ ശാക്തീകരണത്തിലേക്കാണ്. അതിലെ ഒരു കാതലായ ചുവടുവയ്പ്പാണ് ഈ നിയമം. അതുകൊണ്ട് ദുരുപയോഗത്തേക്കാൾ ഇതിൻ്റെ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന സാധ്യത എന്ന നിലയിലാണോ അതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ ഇക്കാര്യത്തിൽ ഗീത ടീച്ചർ പറഞ്ഞതിനോട് ഏതാണ്ട് യോജിക്കുക. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഭൂപരിഷ്കരണം നടന്ന കാലത്ത് വലിയ ജന്മിത്വത്തിനെതിരായ ഒരു മാറ്റം ഉണ്ടായപ്പോൾ ജന്മി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്ന രൂപത്തിലുള്ള അതിനെ അവതരിപ്പിക്കുന്നത് ഉണ്ടാവും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അവതരിപ്പിക്കുന്നത് ആ വലിയൊരു സാമൂഹിക ചലനത്തെ പുറകോട്ട് കൊണ്ടുപോകില്ല. ഇപ്പോൾ വേണു പറഞ്ഞ RTA കാര്യത്തിൽ RTA എന്ന് പറയുന്ന വലിയൊരു റൂള് അത് ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയും അതിനനുസരിച്ച് RTA ശേഷി കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു നയം ഗവൺമെൻറ്റുകൾ എടുക്കുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ, ആ രണ്ട് അനുഭവത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചല്ല. തീർച്ചയായും കോടതികൾക്ക് വിവേചനാധികാരമുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് മായ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇത് ആര് കൊടുക്കുന്നു എന്ന വിവേചനം. ഇപ്പോൾ നേരത്തെ 2017 വിധിയെക്കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ അതൊരു വിവേചനത്തിൻ്റെ ഭാഗമായി വരേണ്ട എക്സെപ്ഷൻസ് ആണ്. നമ്മൾ റൂളിനെ കുറിച്ച് സംസാരിക്കുന്നത്. റൂള് തന്നെ സമൂഹം മുഴുവൻ സ്വീകരിച്ചിട്ടില്ല. റൂള് തന്നെ ഈ പറഞ്ഞതുപോലെ ശാക്തിക ബന്ധങ്ങളുടെ വ്യത്യാസം വെച്ച് റൂള് തന്നെ സമൂഹം സ്വീകരിച്ചിട്ടില്ല. റൂള് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ചർച്ച വന്നേക്കാം. പക്ഷെ അതിനു മുമ്പ് ഇത് ചർച്ച ചെയ്യുന്നത് ഈ റൂളിനെ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ നിയമമൊക്കെ ഉണ്ടായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്ര സ്ത്രീകൾ ഇത് മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് ഉപയോഗിക്കാൻ ക്ഷമിക്കണം CR, എനിക്ക് സമയം പൂർണ്ണമായും കഴിഞ്ഞു ഇടപെടുകയാണ്. CR ക്ഷമിക്കണം. ശ്രീ ജി ആനന്ദ് വേഗം. 2013 നിയമത്തിൽ ഈ ഒരു ദുരുപയോഗത്തിൻ്റെ ഒരു പ്രശ്നം വരില്ല. എന്താ വെച്ചാൽ 3 മാസത്തിനുള്ളിൽ പരാതി സമർപ്പിക്കണം എന്നാണ്. ഒരു സീരീസ് ഓഫ് ഇൻസിഡൻ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ സമർപ്പിക്കും. അതുകൊണ്ട് ദുരുപയോഗത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഈ 2013 നിയമത്തിൽ ഇല്ല. ശരി, അവസാനമായി അഡ്വക്കേറ്റ് മായ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ അതുപോലെയാണ് ഒരു നിയമം വന്നിരിക്കുന്നത്, ഈ 2013 ഈ നിയമം. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ഇരയാക്കപ്പെടുന്നുവെങ്കിൽ ഞാൻ നേരിട്ടല്ല, നിയമം വഴി താങ്കളോട് ചോദിക്കുന്നു എന്നൊരു സാധ്യതയല്ലേ വന്നിരിക്കുന്നത്. നാം ഇപ്പോൾ അതിൻ്റെ ദുരുപയോഗത്തെ പറ്റിയാണോ ആലോചിക്കേണ്ടത്? അല്ല, അതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ശ്രീമതി ഗീത മാഡത്തിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. മാഡം തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മൾ സ്ത്രീകളുടെ കോസസിന് വേണ്ടിയിട്ട് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് 2013 നിയമവും. അത് ഇത്രയും ശക്തമായ നിയമം ഉണ്ടായിട്ട് പോലും പലയിടങ്ങളിലും പല തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് അതിന് വേണ്ടുന്ന രീതിയിലുള്ള അപ്രോച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെയുള്ള കമ്മിറ്റിയുടെ കാര്യം സൂചിപ്പിച്ചതും നിയമങ്ങളിലുള്ള പഴുതുകളെക്കുറിച്ച് സൂചിപ്പിച്ചതും. അതല്ലാതെ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.